ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഫിസിക്സിന്റെ എക്സാമിങ് താൻ പോവാണ്. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് 2 പരീക്ഷകളുണ്ട്, മാത്സും ഉണ്ട്, മലയാളം 2 ഉണ്ട്. എല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളിൽ നമുക്ക് ഫിസിക്സ് മറക്കാൻ പാടില്ല. ഫിസിക്സ് ഉറപ്പായും പഠിച്ചിരിക്കണം. സോ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. ഈ പറയുന്ന ചാപ്റ്റർ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് അടിപൊളിയായി ഇതിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളും ഇതാ നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. ക്ലിഞ്ചറായി തന്നെ സെറ്റാക്കാൻ പോവാണ്. അതിനും എൻ്റെ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ തുടങ്ങണേടാ. സോ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിനകത്തോട്ട് കയറാം. സോ ആദ്യം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഓൾവേസ് കീപ്പ് ചെയ്തിരിക്കണം. ഒരു സോളിനോയിഡിനകത്തോട്ട് ഒരു മാഗ്നറ്റ്, ഒരു കാന്തം കയറ്റി വിടുന്ന സമയത്ത് ആ കാന്തത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ, കാന്തിക മണ്ഡലത്തിൽ മാറ്റം സംഭവിച്ച് കാന്തിക ഫ്ലക്സിൽ, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിച്ച് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഫിനോമിനയാണ്, ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. ഈ ചാപ്റ്റർ ഈ ഒരു പ്രോസസ്സിനെ ഊന്നിയാണ് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ കാന്തം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തിൽ മാറ്റം വരും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും. സോ ദെൻ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരും. അതിനുശേഷം എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന്റെ ഫ്ലോ മൂലമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഈ ഫിനോമിന പഠിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഡിവൈസുകളും നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന സെറ്റ്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതുമായി പരീക്ഷയിൽ ഉറപ്പിച്ച ചോദ്യമാണ്, പല പരീക്ഷകളിലും ചോദിച്ച ചോദ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പറ മക്കളെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ചുറ്റുകളുടെ എണ്ണമാണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സ്പീഡാണ്. എത്ര വേഗതയിലാണ് ഈ പറയുന്ന കാന്തം സോളിനോയിഡിനകത്തോട്ട് ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സോളിനോയിഡ് കാന്തത്തിന് അടുത്തോട്ട് ചലിപ്പിച്ചാലും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് വരുത്തുക. സോ ആ സ്പീഡ് ഓഫ് ദ മോഷൻ ആണ് സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്താ മക്കളെ? കാന്തിക ശക്തി അഥവാ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അടുത്ത ജനറേറ്റർ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ട കാര്യമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ? ജനറേറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ്. യാന്ത്രിക ഊർജ്ജത്തെ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ് മക്കളെ? അത് EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനറേറ്ററിന്റെ പാർട്സും നിങ്ങൾക്കറിയണം. ജനറേറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇരുവശങ്ങളിലും ഉണ്ടാവുന്ന ആ കാന്തങ്ങളെ തന്നെയാണ് ഫീൽഡ് കാന്തങ്ങൾ എന്ന് പറയുന്നത്. അവയാണ് അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീടുള്ളത് ആർമേച്ചർ ആണ്. ഈ 2 കാന്തങ്ങൾക്കിടയിൽ കിടന്ന് കറങ്ങുന്ന ആശാനാണ് ആരെന്ന് പറയുന്നത്? ആർമേച്ചർ എന്ന് പറയും. നിങ്ങൾക്കത് അറിയേണ്ടതാണ്. സിമിലർ വേ സ്ലിപ്പ്. ഇത് ഏതിലാണ് സ്ലിപ്പ് വരുന്നത് മക്കളെ? AC ജനറേറ്ററിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സ്ലിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ ആർമേച്ചറിന്റെ കൂടെ വെൽഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ആർമേച്ചർ കറങ്ങുന്ന അനുസരിച്ച് ആര് കൂടി കറങ്ങും? സ്ലിപ്പ് കൂടി കറങ്ങും. പിന്നെ ബ്രഷസ് ആണ്, ഗ്രാഫൈറ്റ് ബ്രഷുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിനെ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് പറഞ്ഞയക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഗ്രാഫൈറ്റ് ബ്രഷുകളിലൂടെയാണ്. സോ ഈ പാർട്ട് കൂടി നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഇതുകൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. ടൈപ്സ് ഓഫ് ജനറേറ്റർ. 2 തരത്തിലുള്ള ജനറേറ്റർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്? AC ജനറേറ്റർ. സെക്കൻഡ് വൺ ആണ് എന്ത് പറയുക? DC ജനറേറ്റർ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ AC ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? അവിടെ 2 റിങ്ങുകൾ കാണാൻ പറ്റും. നോക്കിക്കേ, അവിടെ 2 റിങ്ങുകൾ കാണാൻ പറ്റില്ലേ? അങ്ങനെയുള്ള ഈ റിങ്ങുകളെ വിളിക്കുന്ന പേരെന്താണ്? സ്ലിപ്പ് റിംഗ് എന്നാണ് പറയുക. AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC ആണ്. ഇത് DC ആണ്. ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഇതാണ് DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ EMFും ആയിരിക്കണം. X ആക്സിസിൽ ടൈമും Y ആക്സിസിൽ എന്തായിരിക്കണം? EMF ആയിരിക്കണം. ക്രിസ്റ്റൽ ക്ലിയർ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. ഇവിടെയുള്ള ആശാൻ ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആയിരിക്കും. സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ DC ജനറേറ്റർ, സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ AC ജനറേറ്റർ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ
രണ്ട് വശങ്ങളിൽ കാണുന്ന മാഗ്നറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാന്തം എന്ന് പറയുക. നടുവിൽ കിടന്ന് കറങ്ങുന്ന ആശാൻ ആരാണ്, അതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഈ രണ്ട് സൈഡും കാണുന്ന കുഞ്ഞു കറുത്ത നിറത്തുള്ള ആശാൻ ആരാണ്, അവനാണ് ബ്രഷുകൾ എന്ന് പറയുന്നത്. ഇവന്മാരെ പറ്റി നമ്മൾ പഠിച്ചതുമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇങ്ങനെയാണ് ചോദ്യം വരിക. ഒരു ജനറേറ്ററിന് ചിത്രം നൽകിയിട്ട് ഇത് എന്ത് ജനറേറ്റർ ആണെന്ന് ചോദിക്കാറുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, രണ്ട് റിങ്ങുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്, ശരിയല്ലേ? രണ്ട് റിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ജനറേറ്റർ മക്കളെ, അതെന്ത് ജനറേറ്റർ ആണ് മക്കളെ? ഒരു സംശയവും വേണ്ട, ഇറ്റ് ഈസ് ആൻ AC ജനറേറ്റർ. പാർട്സ് നമുക്കറിയാം. എ എന്ന് പറഞ്ഞ ബ്രഷാണ്, ബി എന്ന് പറഞ്ഞ എന്താണ് മക്കളെ, സ്ലിപ്പ് ആണ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. പാർട്ടുകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഗ്രാഫ് വരയ്ക്കുക. AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നാണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ്, റൈറ്റ്? സോറി, എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറിപ്പോയി. പോസിറ്റീവ് നെഗറ്റീവ് ക്ലിയർ, കാര്യം മനസ്സിലായല്ലോ. ഓൾറെഡി പല തവണ പഠിപ്പിച്ച് വന്നതല്ലടാ മക്കളെ, അന്തസ്സായി മനസ്സിലായില്ലേ? ഈ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC into DC in a generator is called. പലരുടെയും സംശയമാണ് AC-യെ DC ആക്കി മാറ്റുന്നത് ഈ പറഞ്ഞ ഇൻവേർട്ടർ അല്ലേ സാർ എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇൻവേർട്ടർ ആണോ റെക്ടിഫയർ ആണോ എന്ന കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുമുണ്ട്. മക്കൾ, ഇത് ജനറേറ്ററിൽ ഊന്നിയുള്ള ചോദ്യമാണ്. നോക്കിക്കേ, ഇന്നേ ജനറേറ്റർ എന്ന വാക്ക് ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേറ്ററിൽ AC-യെ DC ആക്കി മാറ്റുന്ന ഡിവൈസ് ഏതാണെന്ന് വെച്ചാൽ അതിന് ഉത്തരം എന്താണ് മക്കളെ? അതിന് ഉത്തരം എന്താ മക്കളെ? യെസ്, അത് സ്പ്ലിറ്റ് ആണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, അതിൻ്റെ ഉത്തരം എന്താണ്? അത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഓർ സിംപ്ലി സ്പ്ലിറ്റ് റിംഗ് ആണ് എന്ന് എഴുതി വെച്ചാൽ മതി, റൈറ്റ്? അടുത്തത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? ഒരു ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? തുടക്കത്തിൽ അണ്ണം പറഞ്ഞു തന്ന കാര്യമല്ലേ, അതെന്താണ് മക്കളെ? 3 അക്ഷരത്തിൽ നമുക്ക് ഒതുക്കാം. അത് EMI അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. അടുത്തതാണ് ട്രാൻസ്ഫോമർ. ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു സെഗ്മെന്റ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിനെ പറ്റി പറയുവാണെങ്കിൽ വോൾട്ടേജ് കൂട്ടാനും വോൾട്ടേജ് കുറയ്ക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഡിവൈസ് ആണ് എന്തെന്ന് പറയുക, ട്രാൻസ്ഫോമർ എന്ന് പറയുക. അതിൻ്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് എഴുതിയാൽ ചിലപ്പോഴൊക്കെ മാർക്ക് കിട്ടും, അങ്ങനെ എഴുതരുത്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് തന്നെ നിങ്ങൾ എല്ലാവരും എഴുതിയിരിക്കണം. 2 തരം ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. വോൾട്ടേജ് ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് എന്ത് പറയുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടതാണ്. സെറ്റ്, ക്ലിഞ്ചറായി മനസ്സിലായില്ലടാ. ഇനി ഇവന്മാരുടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക. സെക്കൻഡറി കോയിലാണ് നമ്മൾ എപ്പോഴും എന്ത് എടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക. അത് ജസ്റ്റ് ഓൾവേസ് നിങ്ങളുടെ മനസ്സിൽ വേണം. പ്രൈമറി കോയിലിൽ കൊടുക്കുന്നത് ഇൻപുട്ടും സെക്കൻഡറി കോയിലിൽ കിട്ടുന്നത് എന്താണ്, ഔട്ട്പുട്ടുമാണ്. ഇനി ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും. വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഇൻ പ്രൈമറി ആയിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്, കറണ്ട് ഇൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ സെക്കൻഡറി ആണ്. തിക്നെസ് ഇൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ തിക്നെസ് ഇൻ സെക്കൻഡറി ആണ്. കറണ്ടും തിക്നെസ്സും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. അടുത്ത സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ NP ഈസ് ഗ്രേറ്റർ ദാൻ NS ആയിരിക്കും. VP ഈസ് ഗ്രേറ്റർ ദാൻ VS ആയിരിക്കും. കറണ്ടും തിക്നെസ്സും നേരെ ഓപ്പോസിറ്റ്, അഥവാ IS ഈസ് ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും. അതുപോലെ തന്നെ TS ഈസ് ഗ്രേറ്റർ ദാൻ TP ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായോ? ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഇതിലൂന്നിയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ അടിപൊളിയായി പഠിക്കാൻ പോവാണ്, റൈറ്റ്? ഫോർമുല കൂടി പഠിച്ചു വെക്കണം. ട്രാൻസ്ഫോമർ ബന്ധപ്പെട്ട ഫോർമുല എന്ന് പറഞ്ഞാൽ NS/NP ഈക്വൽ ടു VS/VP ഈക്വൽ ടു കറണ്ടിൻ്റെ ടേംസിൽ വരുമ്പോൾ IP/IS, നേരെ റെസിപ്രോക്കൽ ആയിരിക്കും കറണ്ട് വരിക. പഠിച്ചു വെക്കണം എടാ മക്കളെ. അടുത്തത്, ഇതിൻ്റെ കൂടെ തന്നെ ഔട്ട്പുട്ട് പവർ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ, അങ്ങനെ കൂടി പഠിച്ചോ. എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. പവറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, P = VI ആണ്. സോ ഔട്ട്പുട്ട് കിട്ടുന്നത് സെക്കൻഡറി കോയിലാണ് അണ്ണം പറഞ്ഞു തന്നില്ലേ. സോ എന്ത് വരും, VS/IS ഡിവൈഡഡ് ബൈ എന്ത് വരും, VP/IP. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തത്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ്? നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയേക്കാളും കൂടുതലാണ്. സോ ഏത് ട്രാൻസ്ഫോമർ ആണ്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്, ഒരു തരി സംശയം വേണ്ട. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മുംബൈ ഇന്ത്യൻസിന് ആലോചിച്ചാൽ മതി, MI
മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. അടുത്തത്, സം കോയിൽസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ മെയ്ഡ് തിക്ക്. വൈ? എന്തുകൊണ്ടാണ് ചില കോയിലുകൾ തിക്കായിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയുന്ന കാര്യമാണ്. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയാണ് തിക്ക് കോപ്പർ വയേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ട്രാൻസ്ഫോമർ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. എപ്പോഴും ഇതുപോലെ ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് കാണും. ട്രാൻസ്ഫോമറുമായ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റൻ ആണ്, ഒരു സംശയവും ഇതിനകത്ത് വേണ്ട. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി നൽകിയിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ചോദ്യം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വാല്യൂസ് മാറും, 2 മാർക്ക് വെയിറ്റേജ് ഉള്ള ചോദ്യമാണ്. ഗിവൺ ഡാറ്റാസ് എഴുതാം. സോ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 8 വോൾട്ട്. ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് കേട്ടോ. സോ 8 വോൾട്ട് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എത്രയാണ്? 4800 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം VS/VP ഈക്വൽ എന്താണ്? NS/NP ആണ്. സോ NS ഈക്വൽ ടു VS/VP ഇൻറ്റു എന്ത് എഴുതാം? NP എന്ന് എഴുതാം. VS എത്രയാണ്? VS എന്ന് പറഞ്ഞാൽ 8 ആണ്. VP എത്രയാണ്? 240 ആണ് ഇൻറ്റു 4800. ശരിയല്ലടാ? യെസ്, വെട്ടി കളയാം. 24 48 ഇതും പോയി. സോ 20 ഇൻറ്റു 8 എത്രയാണ്? 160. ആൻസർ ഈസ് 160. സിമിലർ ക്വസ്റ്റ്യൻ പലതവണ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി വാല്യൂസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലിപ്പോൾ വാല്യൂസ് ഞാൻ മാറ്റി തന്നിട്ടും വലിയ കാര്യമില്ല. സെയിം മെത്തേഡിൽ ചോദ്യം വരും. 2 മാർക്ക് ഉറപ്പിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത്, ഇതുപോലൊരു ചോദ്യവും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്ന ചോദ്യം. NP/NS ഈസ് ഗ്രേറ്റർ ദാൻ 1. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും. അതായത് ഇവിടെ NP ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? NS ആയിരിക്കും. മനസ്സിലായോടാ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അതായത് NP ഈസ് ഗ്രേറ്റർ ദാൻ NS. അപ്പോൾ ഇത് ട്രാൻസ്ഫോമർ ആണ്. ഒരു സംശയം വേണ്ടി ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അടുത്തത്, VS/VP ഈസ് ഗ്രേറ്റർ ദാൻ 1. VS/VP ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ആയിരിക്കും. സോ VS ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? VP ആയിരിക്കും. സോ ഏതാണ്? ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഒരെണ്ണം കൂടി പറഞ്ഞു തരട്ടെ. നോക്കണം. VP/VS, സോറി, ഇതേ കാര്യം തന്നെ മതി. VS/VP ഈസ് ലെസ് ദാൻ 1 ആണെങ്കിലോ? ലെസ് ദാൻ 1 ആകുമ്പോൾ കണ്ടീഷൻ ശ്രദ്ധിച്ചോ. അപ്പോൾ താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമായിരിക്കും. കാര്യം മനസ്സിലായി? ലെസ് ദാൻ 1 ആണെങ്കിൽ താഴെയുള്ളത് വലുതും മുകളിലുള്ളത് ചെറുതുമായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? VP ഈസ് ഗ്രേറ്റർ ദാൻ VS എന്ന് വരും. അത് ഏത് ട്രാൻസ്ഫോമർ ആണ്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സോ ഇത്തരം ചോദ്യങ്ങൾ ഏത് വന്നാലും എൻ്റെ മക്കൾ എഴുതിയിരിക്കണം, എൻ്റെ മക്കൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. സെറ്റ്, ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? അടുത്തതിലൂടെ ഇറക്കാം. സെൽഫ് ഇൻഡക്ഷൻ എല്ലാവർക്കും അറിയാം. ഒരു സോളിനോയിഡിലെ കറണ്ടിൽ മാറ്റം മൂലം അതിനകത്ത് തന്നെ ഒരു ഒപ്പോസിങ് EMF അഥവാ ബാക്ക് EMF ഉണ്ടാകുന്ന ഫിനോമിനയാണെന്ന് പറയുക ഈ പറയുന്ന സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നത്, ഇതിൽ ഏത് സർക്യൂട്ടിലുള്ള ബൾബിനാണ് ബ്രൈറ്റ്നസ് കൂടുതലോ കുറവോ എന്ന ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ AC കൊടുക്കുന്നത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. അവിടെ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. ബാക്ക് EMF ഉണ്ടായാൽ ബൾബിൻ്റെ പ്രകാശം കുറയും. ഇവിടെ DC ആവുമ്പോൾ ഒരിക്കലും എന്തുണ്ടാവില്ല? കറണ്ടിൽ മാറ്റമില്ല, സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കില്ല, ബാക്ക് EMF ഡെവലപ്പ് ചെയ്യില്ല, ഒരിക്കലും ബ്രൈറ്റ്നസ്സിൽ മാറ്റം ഉണ്ടാവില്ല. ഇവിടെ ഈ സോഫ്റ്റ് അയൺ കോർ ഇല്ലാതെ ജസ്റ്റ് സോളിനോയിഡ് ആണെങ്കിലും സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കും. സോഫ്റ്റ് അയൺ കോർ അകത്തോട്ട് കയറ്റിയാൽ കൂടുതലായിട്ട് ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. മനസ്സിലാക്കിക്കോട്ടെ. അടുത്ത, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കിക്കോ, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത്. നിസ്സാരമായി നമ്മൾ പാട്ട് പാടുന്ന മൈക്കാണെന്ന് വിചാരിക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ ഇതിനകത്തോട്ട് വരുന്നത് സൗണ്ടാണ്. ആ സൗണ്ട് എന്തായിട്ടാണ് വയറുകളിലൂടെ പോകുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ടാണ് മാറുന്നത്. അതേ കാര്യം തന്നെയാണ് നോക്കണം. സൗണ്ട് വേവ്സ് വന്നു പതിച്ചു. എവിടെ വന്നാ പതിക്കുന്നത്? ഡയഫ്രത്തിൽ വന്നു പതിക്കുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രത്തിന്റെ മുന്നിലുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിൽ എവിടെ കിടന്ന വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒരു കാന്തിക മണ്ഡലത്തിലാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിക്കുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ല? അന്തസ്സായി മനസ്സിലായില്ലടാ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. സൗണ്ട് സിഗ്നൽ വന്ന് ഡയഫ്രത്തിൽ വന്ന് പതിക്കുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുന്നിലുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിൽ ഇരിപ്പുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും, EMF ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. കാര്യം മനസ്സിലായില്ലേ? അന്തസ്സായി മനസ്സിലായില്ലേ? മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അന്തസ്സായി കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യവും കാണാൻ പറ്റും. ഇതിലുള്ള പാർട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട, ഇറ്റ് ഈസ് ഡയഫ്രം. B എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ. സിമ്പിൾ.
വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എബോ ഡിവൈസ്? നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, EMI ആണ്. റൈറ്റ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ എബോ ഡിവൈസ്. എന്താ എനർജി ഊർജ്ജമാറ്റം എന്താണ്? സിംപ്ലി നിങ്ങൾക്ക് സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് എഴുതാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എഴുതാം. എന്താ ഇതിലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടണ്ടോ. സെറ്റ്. അടുത്ത് നോക്കാം. 3 പിൻ പ്ലഗ് എപ്പോഴും പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 3 പിൻ പ്ലഗ്. അതിനകത്ത് ഒരു പിൻ, എർത്ത് പിന്നിൻ്റെ വ്യത്യാസം എന്താണെന്ന ചോദ്യം ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതാണ് 3 പിൻ പ്ലഗ്, ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ എർത്ത് പിന്നിന് എന്ത് കൂടുതലായിരിക്കും? എർത്ത് പിന്നിന് വണ്ണവും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നീളവും കൂടുതലായിരിക്കും. സംശയമില്ലല്ലോ. അതിന് ലെങ്ത്ത് കൂടുതലായിരിക്കും, തിക്നെസ് കൂടുതലായിരിക്കും. അടുത്തത്, അത് എവിടെയായിരിക്കും കണക്ട് ചെയ്യുക? എപ്പോഴും അത് മെറ്റാലിക് സർഫേസിൽ വേണം കണക്ട് ചെയ്യാൻ, ലോഹഭാഗത്ത് വേണം എർത്ത് പിൻ കണക്ട് ചെയ്യാൻ. അവിടെ എന്താ നടക്കുന്നത് പറയട്ടെ. എന്തെങ്കിലും ഒരു ലീക്കേജ് മൂലം, ഇപ്പം അയൺ ബോക്സ് എടുത്തു, അതിനകത്ത് എന്തെങ്കിലും ഒരു കറണ്ട് ലീക്കേജ് മൂലം നമുക്ക് ഷോക്ക് ഏൽക്കുന്നതിന് പകരം ആ എക്സസ് ആയ കറണ്ട് ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കണം. അതുകൊണ്ട് മെറ്റാലിക് സർഫേസിലാണ് എർത്ത് പിന്ന് കോണ്ടാക്റ്റിൽ വെക്കേണ്ടത്. സോ മെറ്റൽ ഒരു കണ്ടക്ടറാണ്, അതിലൂടെ വൈദ്യുതി പ്രവഹിക്കും. സോ ആ എക്സസ് ആയ കറണ്ട് ഈ എർത്ത് പിന്നിലൂടെ, വണ്ണം കൂടിയ പിന്നിലൂടെ ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കും. സോ നമുക്ക് ഷോക്ക് ഏൽക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അതാണ് അതിൻ്റെ വർക്കിംഗ്. അടുത്ത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ടു എ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്? ഇലക്ട്രിക് ഷോക്ക് ഏറ്റ ഒരാൾക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യം എന്താണ്? ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്താണ്? ഹേർട്ടിൽ പതിയെ CPR ഒക്കെ കൊടുക്കാം. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എല്ലാ ചോദ്യങ്ങളും ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ ഉറപ്പായും കമന്റ് ചെയ്യണം. ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്ന കാര്യവും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ലവ് യു ഓൾ.